Hi all, welcome to the next video of Bright to Success. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ +2 അക്കൗണ്ടൻസിയിലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബാക്കി തിയറി പോർഷനും ബാക്കിയുള്ള ഏകദേശമുള്ള ക്വസ്റ്റ്യൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതൊക്കെ നമ്മൾ നോക്കി. നമുക്ക് നോക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടും ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷനുമാണ് ആ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. അപ്പോൾ അതോടുകൂടി ആ ചാപ്റ്റർ അവസാനിക്കും. പിന്നെ നമുക്ക് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ പഠിക്കണം. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപിറ്റൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയൊരു ഓർഗനൈസേഷൻ, ഇപ്പം ഒരു എക്സാമ്പിൾ AB എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം അവർ പുതിയൊരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു ഫേമിലേക്ക് എൻ്റർ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് എൻ്റർ ആകുമ്പോഴത്തേക്കും അവരെന്ത് കൊണ്ടുവരണം? ആ ഫാമിലോട്ട് എന്ത് കൊണ്ടുവരണം? ഒരു കുറച്ച് പണി കൊണ്ടുവരണം. ആ മണിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു AB എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സ് ഉണ്ട്. ഒരു സിയും കൂടിയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ പുതിയ പാർട്ട്ണർ വരുമ്പോൾ അവരെന്ത് കൊണ്ടുവരണം? ക്യാപിറ്റൽ കൊണ്ടുവരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് ഈ പാർട്ട്നേഴ്സ് പുതിയതായിട്ട് കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് നമ്മുടെ ഫേം എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ? ഫേമിന് കിട്ടുന്ന ഒരു സാധനമുണ്ട്. ABCയിൽ നിന്നും ഫേമിന് കിട്ടുന്ന ഒരു സാധനത്തിന് ഫേം എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസ് ആണ്. കാരണം ഫേമിൻ്റെ കയ്യിൽ നിന്നും പൈസ പോവാണല്ലേ. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് എന്താണ്? ഒരു ഗെയിനാണ്. കുറച്ച് പൈസ കൊടുക്കുമ്പോഴത്തേക്ക് അയാളെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുവാണ് അല്ലേ. അപ്പോൾ അതൊരു ഗെയിനാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ പീരീഡ്. ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് 2 രീതിയിലാണ്. നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ എന്താണ് ഓപ്പണിംഗ് ഇയറിൽ അത് തന്നേക്കും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണ് തരുന്നത്. അതാണ് നമുക്ക് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓപ്പണിംഗ് ഇയറിൽ ഓപ്പണിംഗ് ഇയർ ദാറ്റ് ഈസ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള അല്ലെങ്കിൽ ഓരോ ഇയറിലും ഉള്ള ക്യാപിറ്റൽ തന്നേക്കും. അതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നേക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാനായിട്ട് ഈസി. ഇനി ചില ക്വസ്റ്റ്യനിലാണെന്നുണ്ടെങ്കിൽ എൻഡിങ് ക്യാപിറ്റൽ ആയിരിക്കും തന്നിരിക്കുന്നത്. ഒരു ഇയറിൻ്റെ എൻഡിലുള്ള ക്യാപിറ്റൽ, എൻഡിൽ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എത്രയായിരിക്കും അതാണ് തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ ക്യാപിറ്റലിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ജീജ ആൻഡ് രേഖ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ദർ ക്യാപിറ്റൽ ബാലൻസസ് ആസ് ഓൺ 1/4/2020 വേർ ജീജ 1,50,000 രേഖ 2,00,000 വരുന്നത്. ദെൻ ഓൺ 1/10/2020 ജീജ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ എത്ര രൂപയാണ്? 50,000 രൂപയാണ് ജീജ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. Okay, then calculate the interest on draw capital at 10% assuming that they closes their book on account on 31st March every year. 31st March ആണ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീജയുടെ അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1,50,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് ജീജ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1,50,000 ഇൻറ്റു 10/100. ഈ 10 എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലായല്ലോ? 10% ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 10 വന്നത്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ 15,000 രൂപയാണ് നമ്മുടെ ആരുടെ ഇൻട്രസ്റ്റ്? നമ്മുടെ ജീജയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീജ എന്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്? അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഓക്കെ, ഒരു 10ാം മാസം ആയപ്പോഴത്തേക്കും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു.
ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ 50,000 രൂപയാണല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം അഡീഷണൽ ഇൻട്രസ്റ്റ് നമുക്കിവിടെ എഴുതാം. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 50,000 ഇൻറ്റു എത്രയാണ്? 10% ആണ്, 10/100. അപ്പോൾ ഇത് കൊണ്ടുവന്നത് എപ്പോഴാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്? 1/10/2020 ഒക്ടോബർ മന്തിലാണ് നമ്മളിവിടെ എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മുടെ ജീജ എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒക്ടോബർ, അതുപോലെ അക്കൗണ്ടിങ് ഇയർ മാർച്ച് 31 ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കൂട്ടാം? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒക്ടോബർ 31 ആയിരുന്നെങ്കിൽ നമ്മൾ നവംബർ മുതലേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. ഒക്ടോബർ 1 ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് മുതൽ കാൽക്കുലേറ്റ് ചെയ്തത്? 1 ആയതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഒക്ടോബർ തൊട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അതുപോലെ ചെയ്യണമല്ലോ. പീരീഡും കൂടിയിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ 6/12 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ പീരീഡ്. ഓക്കെ, 2,500 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ടോട്ടൽ നമ്മുടെ ജീജയുടെ ടോട്ടൽ ക്യാപിറ്റൽ, ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ജീജാസ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യാം. ഏത് രണ്ടും കൂടിയിട്ടാണ്? 15,000 പ്ലസ് അതുപോലെ തന്നെ 2,500 ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 17,500. ഇതാണ് നമ്മുടെ ജീജയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രേഖയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം രേഖാസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. രേഖ പിന്നെ എന്താണ്? അഡീഷണൽ ക്യാപിറ്റൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് രേഖയുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്താൽ മതിയാവും. 2 ലക്ഷം ഇൻറ്റു 10/100 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് 20,000 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രേഖയുടെയും അതുപോലെ തന്നെ ജീജയുടെയും ക്യാപിറ്റൽ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ഇയറിലെ ക്യാപിറ്റൽ ആയിരിക്കും തന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിവിടെ വന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പ്രിയ ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം. ഹെർ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപയാണ്? 2 ലക്ഷം രൂപയാണ് നമ്മുടെ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിൽ. ഡ്യൂറിംഗ് ദ ഇയർ ഷീ ഹാഡ് വിഡ്രോൺ 30,000 രൂപ ഡ്രോയിങ്സ് ആയിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ദ പ്രോഫിറ്റ് ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ദ ഇയർ വാസ് 8,000 രൂപയാണ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്കിവിടെ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു എൻഡിങ് ഓഫ് ദ ഇയർ എന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഓപ്പണിംഗ് ഇയറിലാക്കി മാറ്റണം. നമുക്ക് ഇവിടെ എൻഡിങ് ഇയർ ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഷെയർ ഓഫ് ലോസും ആഡ് ചെയ്യണം. ബാക്കി പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ക്യാപിറ്റലിൽ നിന്നും ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഡ്രോയിങ്സ് മാത്രമാണല്ലേ, ഡ്രോയിങ്സ് മാത്രമാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്യാം? നമുക്കിവിടെ ഇത് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇങ്ങനെ ആണ് പലപ്പോഴും, കാരണം നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആക്കണമല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് കൊണ്ട് തന്നെ ഇതെന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് പറയുക? നമ്മൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 2 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഡ്രോയിങ്സ് നമ്മളിവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ദെൻ അതിനുശേഷം പ്രോഫിറ്റ്, ഓക്കെ, എന്താണ് നമ്മുടെ P&L പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളിവിടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടി? 2,22,000 രൂപയാണ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് നോർമലി നമുക്ക് ചെയ്യുന്ന പോലെ ചെയ്യാമല്ലോ. പ്രിയാസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 2,22,000 ഇൻറ്റു 10/100. ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 2,22,000
രൂപയാണ്, 22,200 രൂപയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്. ഇത് 2 മെത്തേഡും പഠിക്കുക, വളരെ സിമ്പിളാണ്. ഈ ഒരു പോർഷൻ പഠിച്ച് വെച്ചേക്കുക. എൻഡിങ് എന്നാണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സാധനം ഓർത്ത് വെക്കുക. ഓക്കെ, ബാക്കി ഡ്രോയിങ്സ് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതെല്ലാവരും പഠിക്കാട്ടെ, എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.